ശാലേംപുരി ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ ഇന്നു ചേരുമോ. ശാലേംപുരി ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ ഇന്നു ചേരുമോ. കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലങ്ങ്, കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലങ്ങ്. നിത്യയുഗമുള്ള സന്തോഷ നാളിനായി ഉള്ളമോ വാഞ്ചിക്കുന്നേ, ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. നിത്യയുഗമുള്ള സന്തോഷ നാളിനായി ഉള്ളമോ വാഞ്ചിക്കുന്നേ, ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. ശാലേംപുരി ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ ഇന്നു ചേരുമോ. വേല തികച്ച ശുദ്ധ പൊൻകിരീടധാരികളായി, വേല തികച്ച ശുദ്ധ പൊൻകിരീടധാരികളായി, സാക്ഷികളായി എൻ്റെ ചുറ്റും പൊൻചിറകു വീശി പറന്നു പാടി ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. സാക്ഷികളായി എൻ്റെ ചുറ്റും പൊൻചിറകു വീശി പറന്നു പാടി ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. ശാലേംപുരി ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ ഇന്നു ചേരുമോ. ശാലേംപുരി ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ ഇന്നു ചേരുമോ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ദൈവം നൽകി തന്നതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം, പ്രത്യേകിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നതായ വരുവാൻ പോകുന്നതായ സംഭവങ്ങളെക്കുറിച്ച്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് യോഹന്നാനെ വിളിച്ച് കയറ്റി മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നു. ആ വിഷയമാണ് നമ്മൾ ചിന്തിച്ചു പോരുന്നത്. അതിൽ 6 മുദ്രകളെക്കുറിച്ച് നാം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കുകയുണ്ടായി. ഇപ്പോൾ 7 മുദ്രകൾ എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 മുദ്രകളെക്കുറിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. വീണ്ടും നാം ഇന്ന് 3-ാമത്തെ കാഹളത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. 3-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 3-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 3-1 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. 3-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ
എവിടെയാണ് ന്യായവിധി ഉണ്ടായത്? നദികളിലും നീരുറവകളിലും. ഇത് നമ്മുടെ മനസ്സിലൊന്നിരിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ ബൈബിൾ ക്ലാസ് ഇരുന്ന് നമുക്ക് പ്രയോജനപ്പെടുകയില്ല. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുകയും നമ്മുടെ മനസ്സിലിത് പതിഞ്ഞിരിക്കണം. നമ്മൾ ചിന്തിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകം അതൊന്നും ആർക്കും മനസ്സിലാകുന്ന ഒന്നല്ല, ആർക്കും അതൊന്നും പിടികിട്ടുകയില്ല എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞു ചുരുക്കം അതാണ്, നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളൊരല്പം ഒന്ന് നമ്മളുടെ ശ്രദ്ധയെ അല്പം അതിലേക്കൊന്ന് കൊണ്ടുവരണം. നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഈ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റു പല കാര്യങ്ങളുമൊക്കെ ചിന്തിച്ചും ഒക്കെ ഈ മനസ്സ് തളർന്നു പോകുന്ന അങ്ങനെയാണ്. പലരും തളർന്നു പോകുന്ന അങ്ങനെയാണ്. മറ്റു പല കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, ആ സമയത്തൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അയവിറക്കണം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലൊന്ന് അയവിറക്കുമ്പോൾ ഒരു വലിയൊരു ശക്തി, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, നമുക്കൊരു വലിയ ഒരു എല്ലാത്തിനും ഒരു ആരോഗ്യം കൂടെ കിട്ടുമെന്ന് ഞാൻ പറയും. മനസ്സിന് ഉത്സാഹം മാത്രമല്ല, ഉള്ളിൽ സന്തോഷം മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യാനുള്ളതായ ഒരു ആരോഗ്യം കൂടെ, തളർന്നു പോകാതെ നല്ല ഉത്സാഹത്തോടെ ജോലി ചെയ്യാൻ കൂടെ നമുക്ക് സാധിക്കുമെന്ന്. ഒന്നാമത്തെ വേണമെങ്കിൽ ആ പിക്ചർ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. ഒന്നാമത്തെ കാഹളം ഊതിയപ്പോൾ എന്തെല്ലാമാണ് നടന്നത്? ഒന്നാമത്തെ കാഹളം, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിയുകയാണ്. രക്തം കലർന്ന ഹെയിൽ ആൻഡ് ഫയർ മിക്സഡ് വിത്ത് ബ്ലഡ് ആർ ത്രോൺ ടു എർത്ത്. A third of the trees are burned up and all green grass is burned. മൂന്നിലൊന്ന് വെന്തുപോയി. വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അതാണ് ഒന്നാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ നടന്നത്. ഭൂമിയിലാണത് പകരപ്പെടുന്നത്. ഈ സംഭവങ്ങളെല്ലാം അതിൻ്റെ ഒരു ടൈം വ്യൂ എന്ന് നോക്കിയാൽ, ബൈബിൾ ചാർട്ട് അതിൻ്റെ ഒരു ടൈം വ്യൂ നോക്കിയാൽ മഹോപദ്രവകാല യുഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ എതിർക്രിസ്തു ഭരണം നടത്തുന്നതായ സമയത്ത് ആശ്ചര്യമായി നടക്കുന്നതായ സംഭവങ്ങളാണിതെല്ലാം. ന്യായവിധിയാണ്. ഓരോ കാഹളം ഊതുമ്പോഴും ന്യായവിധിയാണ്. ഭൂമിയിൽ ചൊരിയപ്പെടുന്നതായ ന്യായവിധികളാണ് നാം കാണുന്നത്. ആ ഉപദ്രവകാല യുഗം, മഹോപദ്രവകാല യുഗം, എതിർക്രിസ്തുവിന് ഭരണം നടക്കുന്ന സമയം, ഈ ഭൂമിയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ഇവിടെ നാം കാണുന്നത്. രണ്ടാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ തീ കത്തുന്ന വൻ മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീരുന്നു. സമുദ്രത്തിലാണ് ന്യായവിധി സംഭവിക്കുന്നത്. തീ കത്തുന്നതായ രണ്ടാം കാഹളം, തീ കത്തുന്നതായ വൻമല പോലെയുള്ള ഒന്ന് കടലിലേക്ക് എറിഞ്ഞിട്ട്, വൻമല പോലെ ഒന്ന് കത്തുന്ന ദഹനപർവ്വതം നമ്മൾ ചിന്തിച്ച് ഓർക്കുന്നുണ്ടാവും. ദഹനപർവ്വതം, തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി. കപ്പലുകളിൽ മൂന്നിലൊന്നിന് ഛേദം വന്നു. രണ്ടാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സംഭവിച്ചതായ കാര്യങ്ങൾ വീണ്ടും ഇത് നാം ചിന്തിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ
ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. അത് വീണത് നദികളിലും നീരുറവുകളിന്മേലുമായിരുന്നു. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര് വെള്ളത്തിൽ, നദികളിലെ വെള്ളത്തിലും നീരുറവുകളിലെ വെള്ളത്തിലും 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. 3-ാം കാഹളം, വലിയ ഒരു നക്ഷത്രം വീഴുന്നു. ഞങ്ങൾ മനസ്സിലത് പതിയാൻ വേണ്ടിയാണ് കാണിക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന് പതിയാൻ വേണ്ടിയാണ്. വലിയ ഒരു നക്ഷത്രം വീഴുന്നു. എവിടെയാണ് വീണത്? നദികളിലും ഉറവകളിലും പതിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണ്? വെള്ളം കയ്പാകുന്നു, പലരും വെള്ളം കുടിക്കുന്നു, അനേകർ മരിക്കുന്നു. ഏറ്റവും ചുരുക്കമായിട്ട് ഇത്രയാണ്. വലിയ ഒരു നക്ഷത്രം വീഴുന്നു, നദികളിലും നീരുറവുകളിലുമായിരുന്നു അത് വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. വെള്ളം കയ്പാകുന്നു, വെള്ളം കുടിക്കുന്നവർ അനേകർ മരിച്ചു പോകുവാനിടയാകുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എത്ര കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് പതിഞ്ഞിരിക്കണം. ഇനി ഇവിടെ നാം കാണുന്നതായ ചില പദങ്ങളുണ്ട്. ഏതൊക്കെയാണ് നാം ഇവിടെ കാണുന്നതായ വാക്കുകൾ, പദങ്ങൾ ഏതെല്ലാമാണ്? വസ്തുക്കൾ എന്തെല്ലാമാണ്? നക്ഷത്രം, നദി, നീരുറവ്. നമ്മൾ ബൈബിൾ പഠിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി പറയുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ബൈബിൾ വായിച്ച് ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ധ്യാനിക്കണം. ഏത് ഭാഗം വായിച്ചാലും, ബൈബിളിൽ ഏത് ഭാഗം വായിച്ചാലും നമുക്കതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ വേണ്ടിയിട്ടാണ് എളുപ്പവഴി ഞാൻ പറയുന്നത്. നക്ഷത്രം, നദി, നീരുറവ്, 3 വാക്കുകൾ നമുക്ക് കിട്ടി. 3 കാര്യങ്ങൾ. ഇത് ചിന്തിക്കണം. വചനത്തിൽ, തിരുവചനത്തിൽ നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ്? നക്ഷത്രം എന്ന് തിരുവചനത്തിൽ പറയുന്നത് എന്താണ്? ആരെയാണ് നക്ഷത്രം എന്ന് തിരുവചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്? പറയാൻ പറ്റുമോ? പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവരെ നക്ഷത്രമെന്ന് എവിടെയാണ് പറയുന്നത്? ദാനിയേൽ 12:3 അപ്പോൾ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ, നീതിമാനായവങ്കിലേക്ക് തിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുന്നവരാണ് ആര്? തിരുവചനപ്രകാരം നക്ഷത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ. ആത്മാക്കളെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുന്ന ദൈവമക്കൾ ആരാണവർ? സുവിശേഷ വേല ചെയ്യുന്നവർ. ഓരോ വിശ്വാസികളും സുവിശേഷ വേലക്കാരാണ്, ദൈവമക്കൾ. ഒരു വാക്യം കൂടെ ഉണ്ടല്ലോ, ഇല്ലേ? ഫിലിപ്പിയർ 2:15. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഈ ലോകത്തിൽ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിപ്പിക്കുന്നവരാണ് ആര്? വിശ്വാസികൾ, ദൈവമക്കൾ. അപ്പോൾ നക്ഷത്രം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആരെ കാണിക്കുന്നു? നമ്മളെ ഓരോരുത്തരെയുമാണ് കാണിക്കുന്നത്. ആത്മീയമായ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അക്ഷരികമായി ഈ കാര്യങ്ങൾ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ആത്മീയമായി നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ, ആത്മീയ രംഗങ്ങളിൽ നക്ഷത്രങ്ങളായിരിക്കുന്ന ദൈവമക്കളുടെ വീഴ്ച.
വീണ്ടും രണ്ടാമത്തെ പദം ഏതാണ്? നദി. ഈ ദൈവവചനത്തിൽ നദി എന്തിനെ കാണിക്കുകയാണ്? നദി എന്തിനെ കാണിക്കുന്നു? നദി എന്ന് പറയുമ്പോൾ വചനത്തിൽ എന്തിനെയാണ് കാണിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹത്തെ കാണിക്കുന്നു. ആത്മനദി എന്നിലേക്ക് ഒഴുക്കാൻ പാട്ട് പാടാറുണ്ടല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മനദി, ആത്മനദി. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കൊടുക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ അനുഭവങ്ങൾ, ആത്മീകമായ ആ സാക്ഷ്യം, നാം പറഞ്ഞു കൊടുക്കുന്നതായ സാക്ഷ്യ ജീവിതം, നമ്മിൽ നിന്ന് പുറപ്പെടുന്നതായ ദൈവസ്നേഹത്തിൻ്റെ ഒഴുക്ക്, ഇതെല്ലാമാണ് ഈ നദി എന്ന് പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നമ്മളിൽ നിന്ന് ഒഴുക്കി കൊടുക്കുന്ന ആത്മാവിൻ്റെ അനുഭവങ്ങളാണ്. എന്നിൽ നിന്ന് ആത്മീയമായി മറ്റൊരാൾക്ക് ഒഴുക്കി കൊടുക്കുന്ന അനുഭവം നദി. നദികളിൽ വീണു, നദികൾക്ക് ദോഷം വന്നു, നദികൾക്ക് ദോഷം വന്നു. മൂന്നാമത്തെ പദം എന്താണ്? ഉറവ. ഉറവ. ഉറവ എന്തിനാണ് കാണിക്കുന്നത്? ഉറവ എന്തിനെ കാണിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ശമരിയ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗം നാം കാണുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല, അത് അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന്. അതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. വിശ്വാസികളിൽ ദൈവത്തിൻ്റെ ജീവൻ പ്രവർത്തിക്കുന്നതിനെ കാണിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെ കാണിക്കുകയാണ്. നിത്യജീവനിലേക്ക് ഉറവയായി പൊങ്ങുന്ന ജലമാണ്. ഉറവ എന്ന് പറയുന്നത് നിത്യജീവനിലേക്ക് നമ്മളെ ഉയർത്തുന്ന, നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ വ്യാപാരം. ഇനി ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം ഒന്ന് പഠിക്കാം, ഒന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. നക്ഷത്രം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് ആത്മാക്കളെ നടത്താൻ തക്കവണ്ണം, നീതിയിലേക്ക് മറ്റുള്ളവരെ തിരിക്കാൻ തക്കവണ്ണം നിൽക്കുന്ന ദൈവമക്കൾ. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ വചനപ്രകാരം ജീവിക്കുന്നവർ. അത് വ്യക്തമാണത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം വളരെ വ്യക്തമായി ആ കാര്യം പറയുകയാണ്. 2-ാം അധ്യായം 15-ാം വാക്യം, അവരുടെ ഇടയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളാണ് ലോകത്തിലെ നക്ഷത്രങ്ങൾ. 3-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം, നിസാരമല്ല, ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം. ഞാൻ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് വായിച്ചു. എ ചർച്ച് ലീഡർ ഹൂ ഫാൾസ് ഫ്രം
എ ഹൈ പൊസിഷൻ, ഉയർന്ന പദവിയിൽ മഹാനക്ഷത്രം, എ ചർച്ച് ലീഡർ ഹൂ ഫാൾസ് ഫ്രം എ ഹൈ പൊസിഷൻ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ദൈവമക്കൾ, എ ചർച്ച് ലീഡർ, ഒരു കൂട്ടായ്മ ലീഡ് ചെയ്യുന്നതായ ആൾ, ഒരു സഭ നടത്തുന്നതായ ആൾ, ഒരു ബിഷപ്പായിരിക്കാം, ഒരു പുരോഹിതനായിരിക്കാം, ഒരു പാസ്റ്ററായിരിക്കാം, ഒരു സുവിശേഷകനായിരിക്കാം. ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു ആത്മീയമായി ഉന്നത തലങ്ങളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് വീഴ്ചകൾ സംഭവിക്കുമെന്ന് ഓർക്കണം. വളരെ കരുതലോടെ മുന്നോട്ട് പോകണം. ഞാനും നിങ്ങൾ നിൽക്കുന്നതായ വഴി വീഴാൻ സാധ്യതയുള്ള വഴിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. മൂന്നാമത്തെ ദൂതന്റെ കാഹളം ആത്മീയ രംഗങ്ങളിൽ മുഴങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഓർക്കണം, ഈ കോവിഡും അതിനോടനുബന്ധിച്ചതായ ആ കാലങ്ങളുമെല്ലാം അനേകം ദൈവമക്കൾ വീണുപോയ ഒരു കാലമായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനക്ഷത്രം പോലെ, ദീപം പോലെ ജ്വലിച്ചു നിൽക്കുന്ന മഹാനക്ഷത്രങ്ങൾ. ഏത് രംഗത്തെ കേടുപറ്റാത്തത്? ഏത് സഭയിലാണ് കേടുപറ്റാത്തത്? ഓർക്കണം, അതിൻ്റെ പരിണിത ഫലങ്ങൾ ദൂരവ്യാപകമാണത്. എന്താ സംഭവിക്കുന്നത്? ഈ ദൈവവേലയിൽ ശോഭിച്ച് നിൽക്കുന്ന ദൈവമക്കളുടെ വീഴ്ച നദികളെയും നീരുറവുകളെയും വിഷമാക്കി മാറ്റും. അതിൻ്റെ ഫലമായി അനേകം ദൈവമക്കൾ പിന്മാറിപ്പോകാനിടയാകും. ദൈവീകമായ ജീവനിൽ നിന്ന് അകന്നു പോകാനിടയാകും. ക്രിസ്തുവിനെ വിട്ടുപോകാനിടയാകുമെന്ന്. അനേകർ ദൈവവഴി വിട്ടു പോകുമെന്ന്. അനേകർ ആത്മീയ രംഗങ്ങൾ വിട്ട് അകന്നു പോകാനിടയാകുമെന്ന്. മരിച്ചു പോകും. തീർന്നില്ല, അനേക കുടുംബങ്ങൾ കയ്പായി മാറും. കൂട്ടായ്മകൾ കയ്പായി മാറും. ഒരു കാലത്ത് മധുരം നൽകിയ രംഗങ്ങൾ കയ്പ് തരുന്ന അനുഭവങ്ങൾ വരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ സഭാചരിത്രം പഠിക്കുമ്പോൾ, സഭാചരിത്രം നോക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ നടന്നിട്ടുണ്ട്. സഭാചരിത്രത്തിൽ പലപ്പോഴും ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട്. ആത്മീയ രംഗത്ത് നിൽക്കുന്നവരുടെ വീഴ്ച ആത്മീയ രംഗങ്ങളെ കയ്പാക്കി മാറ്റുമെന്നാണ്. കയ്പാക്കി മാറ്റും. അതിൻ്റെ പരിണിതഫലമായി ഈ ദുരുപദേശത്തിൻ്റെ കലർപ്പും പാപത്തിൻ്റെ പുളിപ്പും ആത്മീയ രംഗങ്ങളിൽ കലർന്ന് ദോഷം വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ച സമയത്തല്ല, സഭയിൽ ഇതുപോലെ സംഭവിച്ചതായ കാലങ്ങളിലെല്ലാം ആത്മീയ രംഗങ്ങളിൽ ദുരുപദേശത്തിൻ്റെ കലർപ്പും പാപത്തിൻ്റെ പുളിപ്പും കലർന്ന് ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓർക്കണം, ഒരു സഭാ നേതാവ് വീണാൽ, ഒരു ബിഷപ്പ് വീണുപോയാൽ, ഒരു പട്ടക്കാരൻ, ഒരു പുരോഹിതൻ വീണുപോയാൽ, ഒരു പാസ്റ്റർ വീണുപോയാൽ, കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, കൂട്ടായ്മ നടത്തുന്ന ഒരു ദൈവോഹിതൽ വീണുപോയാൽ ആത്മീയ രംഗം കയ്പാകുകയും അനേകർ ആത്മാവിൽ മരിക്കുവാൻ ഇടവരുകയും ചെയ്യും.
ആ കൂടെ നാം ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവമക്കളെ വീഴ്ത്തുക എന്നുള്ളത് പിശാചിൻ്റെ പദ്ധതിയാണ്. പിശാചിൻ്റെ പദ്ധതി അതാണ്, ദൈവമക്കളെ വീഴ്ത്തുക എന്നുള്ളതാണ്. വെളിപ്പാട് 12 നാം കാണുന്നുണ്ട്, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്ന്. നാം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് തള്ളിയിട്ടു. ദൈവമക്കളെ വീഴ്ത്തിക്കളയുക എന്നുള്ളതാണ് പാമ്പായ ഏദനിൽ കടന്നു വന്ന സർപ്പത്തിൻ്റെ, പിശാചിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ, കയ്യിൽ താലോലിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നേണമോ? കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടേണമോ? വീതികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു. എന്റെ കന്യകമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു. നിന്റെ കോപ ദിവസത്തിൽ നീ അവരെ കൊന്ന് കരുണ കൂടാതെ അറുത്തു കളഞ്ഞു. ഉത്സവത്തിന് വിളിച്ചു കൂട്ടും പോലെ നീ എനിക്ക് സർവത്ര ഭീതികളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. യഹോവയുടെ കോപ ദിവസത്തിൽ ആരും ചാടിപ്പോകുകയില്ല, ആരും ശേഷിച്ചതുമില്ല. ഞാൻ കയ്യിൽ താലോലിച്ച് വളർത്തിയവരെ എന്റെ ശത്രു മുടിച്ചിരിക്കുന്നു. അവിടെ വേദനയോടെ വിലപിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ കയ്യിൽ താലോലിച്ച് വളർത്തിയവരെ എൻ്റെ ശത്രു മുടിച്ചിരിക്കുന്നു. ദൈവകരങ്ങളിൽ ദൈവം താലോലിച്ചു കൊണ്ടിരുന്ന ദൈവമക്കൾ എൻ്റെ കയ്യിൽ താലോലിച്ച് വളർത്തിയവരെ എൻ്റെ ശത്രു മുടിച്ചു കളഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു. ആത്മാവിൽ മരണം സംഭവിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടുന്നു. വീണ്ടും നാം കീഴ് വായിക്കുമ്പോൾ നാം വായിച്ചു, കന്യകമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു. പ്രവാചകനും പുരോഹിതനും കൊല്ലപ്പെടുന്നു. കന്യകമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീഴുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം താലോലിച്ച് വളർത്തിയ ദൈവമക്കൾ, അവരെ ശത്രു മുടിച്ചു കളയുന്നതായ അനുഭവം ഉണ്ടാകുന്നു. എന്താണ് പ്രവാചകൻ പറയുന്നത്? 2-ാം അധ്യായം 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകൻ എന്താണ് പറയുന്നത്? വിലാപങ്ങൾ 2-ന്റെ 18, 19 വാക്യങ്ങൾ. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺപണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീതികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. കരയാൻ പറയുകയാണ്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. അവങ്കലേക്ക് കൈമലർത്തുക എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളുടെ വീഴ്ച, ദൈവമക്കൾക്ക് വീഴ്ച സംഭവിക്കുന്നു. അവരെ വീഴ്ത്തുക എന്നുള്ളത് ശത്രുവിൻ്റെ പരിപാടിയാണ്, അവൻ്റെ പദ്ധതിയാണത്. പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുന്നുണ്ട്. 1 പത്രോസ് 5-8. നമ്മുടെ പ്രതിയോഗിയായ പിശാച്, പ്രതിയോഗിയാണവൻ, പ്രതിയോഗിയായ പിശാച്
അലറുന്ന സിംഹം കണക്കെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന്. ഗലാത്യലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നൊരു വാക്കുണ്ട്. നാം ഭയത്തോടെ കേൾക്കേണ്ട വാക്കാണ്. ഗലാത്യ വിശ്വാസികളെ നോക്കിക്കൊണ്ട് അപ്പോസ്തലൻ പറയുന്ന ഭയപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. 5-ാം അധ്യായം ഗലാത്യർ 5-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ദൈവകൃപയിൽ നിന്ന് വീണുപോയി. നാം ആരും അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ ഇടവരരുത്. നീ കൃപയിൽ നിന്ന് വീണുപോയല്ലോ എന്നൊരു വാക്ക്. കർത്താവേ, നീ വീഴാതെ ഞങ്ങൾ നിർത്തണമേ. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 4-ാം വാക്യം, അവിടെ ഒരു വാക്യമുണ്ട്. എങ്ങനെയാണ് വായിക്കുന്നത്? അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ എന്ന്. റോമർ 14:4 നമുക്കൊന്ന് വായിക്കാം. നാം ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉത്സാഹം വരണം, നമ്മുടെ ഉള്ളൊന്ന് ഉണരണം. കർത്താവെ, ഞാൻ നിൽക്കുന്ന വഴിയും വീണുപോകാൻ സാധ്യത വഴിയാണ്. ഒരു നാളും കൃപയിൽ നിന്ന് വീണു പോകാൻ എന്തെല്ലാം നടന്നുകൊള്ളട്ടെ, ആരൊക്കെ ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, ആരൊക്കെ ചവിട്ടിക്കൂട്ടിക്കൊള്ളട്ടെ, ഏതെല്ലാം മൂലയിലേക്ക് ഒതുക്കപ്പെട്ടുകൊള്ളട്ടെ, ദൈവകൃപയിൽ നിന്ന് വീണു പോകാനിടവരരുത്. എന്തെല്ലാം വന്നാലും ദൈവകൃപയിൽ നിന്ന് വീണു പോകാതെ വണ്ണം ദൈവമക്കൾ കരുതലുള്ളവരായിരിക്കണം. വീണുപോയി എന്ന് പറയാനിടവരരുത്. ദുഷ്ടപിശാച് വീഴ്ത്തിക്കളഞ്ഞു എന്ന് പറയാനിടവരരുത്. ദീപം പോലെ പ്രകാശിക്കുന്ന മഹാനക്ഷത്രം ദൈവസന്നിധിയിൽ നിന്ന്, ദൈവസാന്നിധ്യത്തിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് വീണുപോകാനിടവരരുത്. വീഴ്ച പറ്റരുത്, ആത്മീയ വീഴ്ച സംഭവിക്കരുത്. റോമർ 14:4, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ദൈവത്തിന് സ്തോത്രം. അവനെ നിൽക്കുമാറാക്കുവാൻ കഴിയുന്നവനായ ഒരു യേശുവുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ വിധിച്ചുകൊണ്ട് എടുക്കല്ലേ, നമ്മൾ വിധിച്ചുകൊണ്ട് നിൽക്കുക. അവൻ വീണു, ഇവൻ വീണു, അവർക്ക് വീഴ്ച പറ്റി, ഇവർക്ക് വീഴ്ച പറ്റി, നമ്മൾ വിധിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിക്കാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ, അവൻ നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ, യൂദായുടെ ലേഖനത്തിൻ്റെ അത് 24-ാം വാക്യം, നമ്മളെപ്പോഴും പറയുന്ന വാക്യമല്ലേ, നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്യമാണ് യൂദായുടെ ലേഖനം 24-ാം വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കർത്താവ് ശക്തിയുള്ളവനാണ് എന്നാണ് അപ്പോസ്തലൻ വിശ്വാസികൾ കൊടുക്കുന്ന ആലോചന. അപ്പോസ്തലൻ ഇത് പറയുന്നത് ദൈവമക്കൾ വിശ്വാസത്തിൽ നിൽക്കണമെന്നുള്ള ശക്തമായ സന്ദേശം നൽകിയിട്ടാണ് കൊടുക്കുന്നത്. പല ഉദാഹരണങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട്. എന്തോ ഈ നാളുകളിൽ ഈ യൂദായുടെ ലേഖനം പഠിക്കാനുള്ളൊരു ചിന്ത, വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂദായുടെ ലേഖനം, കർത്താവിനെ നിർത്തും, കർത്താവ് ശക്തിയുള്ളവനാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ യൂദ ഈ വാക്കുകൾ പറയുന്നത് നല്ല ശക്തമായ ചില ഉപദേശങ്ങൾ നിന്നിട്ടാണ്. വിശ്വാസികൾക്ക് ഈ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എഴുതുവാനാണ് യൂദ ആഗ്രഹിച്ച് പുസ്തകം എഴുതാൻ ഇരിക്കുന്നത്, ഈ ലേഖനം എഴുതാനായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിന് വേണ്ടി, അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. യൂദാ ലേഖനം, ഒരു ലേഖനം എഴുതാൻ അതിനുവേണ്ടിയൊക്കെ പ്രിപ്പയറായി, അതിനുവേണ്ടി പ്രാർത്ഥിച്ച്
ഒരുങ്ങി എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് പ്രിപ്പയറായി വേണമെങ്കിൽ പേനയും പേപ്പറും എല്ലാം എടുത്ത് എഴുതാനായിട്ട് ഇരിക്കുകയാണ്. സകല പ്രയത്നവും ചെയ്തു. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി എഴുതാനിരുന്നു. പക്ഷേ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ അതിനെക്കുറിച്ചല്ല പ്രത്യേകിച്ച് പറയേണ്ടത്. വിശ്വാസികൾ എഴുതുന്നത് ഈ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചല്ല എഴുതേണ്ടത്. വിശ്വാസികൾക്ക് ഇപ്പോൾ ആവശ്യം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലായി ഫലമേൽപ്പിച്ചതാണ്. അതിന് മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. വിശ്വാസ സത്യങ്ങൾ അത് ഒരിക്കലായി ഫലമേൽപ്പിച്ചതാണ്. ഉപദേശ സത്യങ്ങൾ, ഉപദേശം. ഇന്ന് ആളുകൾക്ക് ഇതൊന്നും കേൾക്കാനോ പഠിക്കാനോ താല്പര്യമില്ല കേട്ടോ. വാസ്തവത്തിൽ ഇന്നത്തെ കാലങ്ങളിലേക്ക് നമ്മൾ നോക്കണം. ഉപദേശ സത്യങ്ങൾ സഭയിൽ അപ്പോസ്തലന്മാരാൽ കർത്താവ് നൽകിയിട്ടുള്ള ഉപദേശ സത്യങ്ങളെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ അത് നിലനിർത്താനൊന്നും ആളുകൾക്ക് താല്പര്യം. ഇന്നത്തെ ആളുകൾക്കെല്ലാം താല്പര്യം എന്താണ്? എനിക്കൊരു ഭാരം വന്നു, അത് മാറാൻ ഏറ്റവും എളുപ്പവഴി എന്താണ്? എനിക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ കടബാധ്യത വന്നു, ഭൗതികമായ കാര്യങ്ങൾ, പ്രോസ്പെരിറ്റി, അതിനൊരു പരിഹാരം കിട്ടാൻ ഏറ്റവും എളുപ്പവഴി എന്താ? അതാ തേടുന്നത്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ ഇന്ന് വില കൊടുക്കുന്നില്ല. ഇന്ന് അതെല്ലാം വിട്ട് ഇതൊക്കെയും തേടി നടക്കുകയാണ്. പെട്ടെന്നുള്ള, അതാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത്. ഒരിക്കലും നാം അതിന് പുറകുവാൻ ഇടവരരുത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്നതായ സത്യവിശ്വാസം, അതിനുവേണ്ടി പോരാടണമെന്ന് ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച വയനാട്ടിലെ ദൈവമക്കളെ കുറച്ച് പേരൊന്ന് ഒരുമിച്ച് കൂടാനിടയായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് ഒരു വചനം കൊടുക്കേണ്ടത്? ഞാനിങ്ങനെ ജോലി ചെയ്യുന്നതായ സമയത്തെല്ലാം എൻ്റെ മനസ്സിലൂടെ ആ ചിന്ത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഈ യൂദായുടെ ലേഖനമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ചില കാര്യങ്ങൾ ഒരാലോചന ബൈബിളിൽ നിന്ന് വചനത്തിൽ നിന്ന് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ തലേദിവസം ഈ യൂദായുടെ ലേഖനം 15-ാം വാക്യം ഞാൻ വായിച്ചു. അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ ചിന്തിച്ചാണ് ഞാൻ കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് ഞാൻ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം എൻ്റെ ഹൃദയത്തിൽ അല്പം ഒന്ന് ആഴത്തിൽ പതിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ആരോടാണ് പറയുന്നത്? തൊട്ട് മുകളിലെ വാക്യം വായിക്കണം. 21-ാം വാക്യം. ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. പൗലോസ്ലീഹായുടെ 1-ാം മിഷണറി യാത്രയാണ് പശ്ചാത്തലം. 1-ാം മിഷണറി യാത്ര. 1-ാം മിഷണറി യാത്രയിൽ പൗലോസ്ലീഹ ആദ്യം ചെന്ന 3 സ്ഥലങ്ങളാണ് ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ. ഈ 3 പട്ടണങ്ങൾ ലുസ്രയിലും ഇക്കോന്യയിലും അന്ത്യോക്യയിലും. അവിടെ ആദ്യം ചെന്നത് ഇക്കോന്യയിലാണ്. അതിൻ്റെ 13-ാം അധ്യായം വായിക്കണം.
ഇക്കോന്യയിലേക്ക് ആദ്യം ചെന്നു. അവിടെ പ്രസംഗിച്ചു. എല്ലാവർക്കും സന്തോഷമായി. അടുത്ത ഞായറാഴ്ചയും അടുത്ത ശബത്തിലും ഞങ്ങളുടെ പള്ളിയിൽ വന്ന് പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചെന്നു, പ്രസംഗിച്ചു. വലിയ കൂട്ടം ആളുകൾ കൂടി വന്നപ്പോൾ ദൈവവചനം കേൾക്കാൻ വന്നുകൂടിയ പുരുഷാരത്തെ കണ്ട് യഹൂദന്മാർക്ക് അസൂയ. ആളുകൾ കൂടിയപ്പോൾ അസൂയ. എന്താ സംഭവിച്ചത്? അവിടുന്ന് പുറത്താക്കി കളഞ്ഞു. വീണ്ടും അവിടെ നിന്ന് ലുസ്രയിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് പുറത്താക്കുക മാത്രമല്ല, അക്രമം ഭാവിച്ചു, കല്ലെറിയാൻ ഭാവിച്ചു, ഉപദ്രവിക്കാൻ, ആക്രമിക്കാൻ ഭാവിച്ചു. അവിടുന്ന് ഓടിപ്പോയി. മൂന്നാമത് അന്ത്യോക്യയിലേക്ക് ചെന്നു. അന്ത്യോക്യയിൽ ചെന്നപ്പോൾ ആക്രമിച്ചു, കല്ലെറിഞ്ഞു, കൊന്നു എന്നാണ് കരുതിയത്, മരിച്ചുപോയെന്ന് കരുതി. അവർ ഉപദ്രവിച്ചു, കല്ലെറിഞ്ഞു, മരിച്ചുപോയി എന്ന് കരുതി. എല്ലാം തീർന്നു പോയെന്ന് കരുതി, മരിച്ചുപോയെന്ന് കരുതി. അവിടുന്ന് പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയെന്ന്. ഒരുപക്ഷെ പൗലോസ്ലീഹ മരിച്ചു എന്ന് കരുതി കാലെ പിടിച്ച് വലിച്ച് വഴിയിലേക്ക് പുറത്തേക്ക് റോഡിലേക്ക് ഇട്ട് കാണും. പക്ഷെ അവിടെ എൻ്റെ ഉള്ളത്തെ ഉണർത്തിയൊരു വാക്യമുണ്ട്. അതിന് 20-ാമത്തെ വാക്യം, 14-20, 19-20. കല്ലെറിഞ്ഞു, കൊന്നു എന്ന് കരുതി, ഇല്ലാതെയാക്കി. ഇനി ഇവൻ ഒന്നും ചെയ്യില്ല, തീർന്നു, ഇവൻ്റെ കാര്യം കഴിഞ്ഞു. ഇവൻ തീർന്നു എന്ന് കരുതി കല്ലെറിഞ്ഞു, കൊന്നു എന്ന് കരുതി, മരിച്ചു എന്ന് കരുതി വലിച്ചഴച്ച് റോഡിലേക്കിട്ടു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു. ശിഷ്യന്മാർ ചുറ്റി നിൽക്കയിൽ. തീർന്നെന്ന് കരുതിയതാണ്. ഇനി വേലയൊന്നും ചെയ്യില്ലെന്ന് കരുതിയതാണ്. തീർന്നു. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് എനിവേർ. ഇനി ഒരിടത്തും ഒരു വേലയും ചെയ്യുകയില്ല എന്ന് കരുതിയതാണ്. എന്നാൽ ചുറ്റി നിൽക്കാൻ ചില ദൈവമക്കളുണ്ടായപ്പോൾ, ഇല്ലേ, ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഈ ഗ്ലോബൽ ഗോസ്ബൽ ഫെലോഷിപ്പ് ചുറ്റി നിൽക്കാൻ കുറച്ച് ദൈവമക്കളുണ്ടായതുകൊണ്ട് എൻ്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. ഞാൻ നന്ദിയോടെ ഓർക്കുന്നതായ ഒരു കാര്യമുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ, വലിച്ചഴച്ച് പുറത്ത് കളഞ്ഞപ്പോൾ, വയനാട്ടിലെ ചില ദൈവമക്കൾ ചുറ്റും നിൽക്കാനുണ്ടായിരുന്നു. ശിഷ്യന്മാർ ചുറ്റി നിൽക്കയിൽ. ഞാനിന്ന് എൻ്റെ വാക്കുകളോട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവം കൃപ തരുന്നുവെങ്കിൽ നമുക്ക് വരുന്ന ഈ ആഴ്ച ചിന്തിക്കുന്ന സമയമുണ്ടല്ലോ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണമല്ലോ, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണമല്ലോ. അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കൊരിന്ത്യർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസം കാലം മാറുന്നതിനനുസരിച്ച്, ആളുകളുടെ ട്രെൻഡ് മാറുന്നതനുസരിച്ച്, വിശ്വാസികളുടെ ട്രെൻഡ് മാറുന്നതനുസരിച്ച് ആളെ കൂട്ടാൻ വേണ്ടി വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസം മാറാനിടവരരുത്. വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാനിടവരരുത്. ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുന്നോട്ട് പോകണം. അപ്പോസ്തലൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതായ വിശ്വാസം, ഉപദേശം, ഒരിക്കൽ ഞാൻ നിങ്ങളെ അറിയിച്ചതായ വിശ്വാസം, അത് മാറ്റി വേറൊരാളെന്ന് പറഞ്ഞാൽ, ഇനി വന്നു പറയുന്നയാൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാണെങ്കിലും, അല്ല, ഈ ഞാൻ തന്നെ വന്ന് മാറ്റി പറഞ്ഞാലും, ഞാൻ ആരാണ്? ഞാൻ സഭയെ സംബന്ധിച്ചിടത്തോളം
ശപിക്കപ്പെട്ടവനാണ്. നാം പാടാറുണ്ടല്ലോ, പൗലോസ്ലീഹ ധന്യൻ ചൊൽ കേട്ട് നിദേവം. ധന്യനായ പൗലോസ്ലീഹ ചൊല്ലി തന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞാണ് നാം പാടുന്നത്. നിങ്ങൾക്ക് പാടാൻ അറിയാവുന്നവരാരെങ്കിലും ഒന്ന് പാടാമോ? പൗലോസ്ലീഹ ധന്യൻ ചൊൽ കേട്ട് നിദേവം. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഈ ദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി വേറെ ഒരാൾ നിങ്ങളോട് വന്ന് അറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താൻ ഏൽക്കും സഭയിൻ ശാപം. ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് ഈ പശ്ചാത്തലം, ഈ പാട്ട് എഴുതിയ പശ്ചാത്തലം നാം കാണുന്നത്. നാം ഓർക്കണം, നാം ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് മാറരുത്. അത് ഒരിക്കലായി ഫലമേൽപ്പിച്ചതാ. കാലങ്ങൾക്കനുസരിച്ച് അത് മാറ്റാൻ വ്യവസ്ഥയില്ല. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഈ നാളുകളിൽ സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടാൻ തക്കവണ്ണം വിശ്വാസം പഠിച്ച ദൈവമക്കൾ ഉണ്ടാകണം. എന്താണ് വിശ്വാസം? ക്രിസ്തീയ ജീവിതം എങ്ങനെയെങ്കിലും അങ്ങ് മുന്നോട്ട് പോകാനുള്ളതല്ല, പ്രമാണപ്രകാരമുള്ള ജീവിതമാണത്. പ്രമാണപ്രകാരം ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ദൈവവചനത്തിൽ ആരംഭിച്ച് അവസാനിക്കുന്നതുവരെ വചനത്തിൽ തൊട്ട് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് നാം പാടിയത്. വാനമെങ്കിലും എന്നെങ്കിലും ആ ദൂതൻ താനേൽക്ക് സഭയിൻ ശാപം. പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ച് പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം തൊട്ട് ദൈവവചനത്തിൽ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു, ഈ ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിലാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത്. അതിൽ തൊട്ട് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് അകന്നു പോവുകയല്ല, അവസാനിക്കുമ്പോഴും അവസാനത്തിലും എവിടെ തൊട്ട് നിൽക്കണം? വചനത്തിൽ തൊട്ട് നിൽക്കണം. ദൈവത്തിൻ ഉപദേശം തൊട്ട് അവസാനിക്കുമ്പോഴും ഈ ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തിൽ തൊട്ട് നിൽക്കണം. നമ്മെക്കുറിച്ച് ദൈവകൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറയാനിട വരരുത്. മൂന്നാമത്തെ ദൂതനൂതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തുനിന്ന് വീണു. നദികളിൽ 3 നീർറോളിന്മേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഈ രംഗത്തൊരു വീഴ്ച വരാൻ ഇടവരരുത്. വീഴ്ച വന്നാൽ നദികളും നീർറോകളുമെല്ലാം വിഷലിപ്തമാകും. കൂട്ടായ്മകളും ആത്മീയ രംഗങ്ങളുമെല്ലാം വിഷലിപ്തമാകും, കയ്പായി മാറും, വിഷമായി മാറും. അനേകർ ആത്മീയ രംഗത്ത് മരിച്ചു വീഴുന്നത് കാണേണ്ടി വരും. ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും, ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും, ദൈവത്തിൻ്റെ ആത്മാവ് മാറി നിൽക്കും. കർത്താവേ, ഒരിക്കലും ഞങ്ങളിൽ നിന്ന് നിന്റെ ആത്മാവ് മാറി നിൽക്കാനിട വരരുത്. ആത്മനിറവിൽ ദൈവകൃപയിൽ നിറഞ്ഞിറന്ന് വരുവാൻ, ദൈവകൃപയിൽ ബലപ്പെട്ടു വരുവാൻ, ദൈവകൃപയിൽ വളർന്നു വരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വീണുപോയി എന്നൊരു വാക്ക്
കർത്താവേ, ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം വീണു എന്ന് നിങ്ങൾ കേട്ടല്ലോ. കാഹളം മുഴങ്ങിക്കഴിഞ്ഞല്ലോ കർത്താവേ. ആത്മീയ ഗോളങ്ങളിൽ മൂന്നാമത്തെ ദൂതൻ്റെ കാഹളം മുഴങ്ങുന്നല്ലോ കർത്താവേ. ഞങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നവൻ്റെ കരങ്ങളിൽ, വീഴാതെ വണ്ണം സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഫലമേൽപ്പിക്കട്ടെ. ഏതെങ്കിലും വീണിട്ടുണ്ടോ? കാണാനും തിരിച്ചറിയാനും തിരുത്താനും കൃപ തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.